നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞതും അങ്ങനെ തന്നെ. ഇനി കുറച്ചു കാലം ഇതൊന്നുമില്ലാതെ സാധാരണക്കാരിയായി ജീവിക്കാനാ വിധിയെങ്കിൽ അങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ. വെക്കാനറിയാമെങ്കിൽ വിളമ്പാനും എനിക്കറിയാം. ഇരിക്കടി. ഇവളെന്തെങ്കിലും മനസ്സിൽ കരുതിക്കൊണ്ടുള്ള പറച്ചിലാണോ? ആ, വരുന്നിടത്ത് വെച്ച് കാണാം. രാഘവട്ടെ കഴിക്കേ. ആ, വിഷ്ണു വന്നല്ല. നീ എങ്ങോട്ടാ എണീക്കുന്നേ? അവിടെ ഇരിക്കേ. എടി ഇരിക്കാന്. വിഷ്ണു അങ്ങോട്ട് ഇരിക്കും. എനിക്ക് വേണ്ടമേ, വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാരും കഴിച്ചിരിക്കണം. ഭാമ ഇന്നേ അടുക്കളയിൽ പൊന്നിയെ പോലും കയറ്റിട്ടില്ല. കണ്ടില്ലേ, പിള്ളയോടും പൊന്നിയോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയേക്കുവാ. കണ്ടില്ലേ, ദാ ഇന്ന് സ്പെഷ്യലേ ഉള്ളൂ. ഈ വീട്ടിൽ എപ്പോ ഇറങ്ങുമെന്ന് അറിയാത്തതുകൊണ്ട് അവളിന്ന് അടുക്കളയിൽ ഒരു ഉത്തമ കുടുംബിനിയായി ജീവിക്കുക. രാഘവനൊന്നും മിണ്ടാതിരുന്നേ. വിഷ്ണു നീ ഇരിക്കേ. എടാ ഇരിക്കണ നീ അങ്ങോട്ട്. എന്റെ വിഷ്ണു നീ ഇരിക്കും മോനെ. വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടുപേട്ട് നീ കഴിച്ചേ പറ്റൂ. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇനി സാധിക്കും തോന്നില്ല. അതുകൊണ്ടാ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും കൂടി കഴിക്കാന്ന് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിട്ടുള്ള വീടാ ഇത്. ഒരു കാലത്ത് ഇവിടെ ആരെങ്കിലുമൊക്കെ ഉച്ചഭക്ഷണം തേടി വരികയും ചെയ്യുമായിരുന്നു. സത്യഭാമയുടെ അടുത്ത് ചെന്ന് വയറ് നിറയെ ആഹാരം കിട്ടുമെന്ന് പൊതുവെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ആ തഴുഭക്ഷണിക്കാരുണ്ടോന്ന് ചോദിച്ചാ രാത്രി വാതിൽ പോലും അടച്ചോണ്ടിരുന്നത്. എന്നും ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതുകൊണ്ട് തന്നെ 2-3 പേർക്ക് കൂടുതൽ ഉണ്ടാക്കുമായിരുന്നു. ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കി കളയുന്നു പറഞ്ഞ് രാഘവൻ എന്നെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. പക്ഷെ ചില നേരത്ത് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാര് ഓടി വരും വിശന്നിട്ട്. അല്ല, രാഘവേട്ടനത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരിക്കലൊരു ഗർഭിണി വന്നു. 2 ദിവസമായത്രേ അരിയാഹാരം കഴിച്ചിട്ട്. വയറ് നിറയെ ഭക്ഷണവും കൊടുത്ത് പ്രസവത്തിനുള്ള പൈസയും കൊടുത്തിട്ടാ ഞാൻ വിട്ടത്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാലേ, ഇനി അങ്ങനെ ആരെങ്കിലും ഒക്കെ തിരക്കി വന്നാലേ കൊടുക്കാൻ നമ്മളുമില്ല, കൊടുത്തിരുന്നു പേടില്ല. അല്ല, ഇതെന്താ ആരും ഒന്നും കഴിക്കാത്ത? ഞാൻ ഇതിനകത്ത് വിഷമൊന്നും കലർത്തിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. അല്ല, ഇനി ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കണോ? എങ്കിൽ ഞാനും ഇരിക്കാം. കഴിക്കുന്നേ. ഇവിടുന്ന് ഇറങ്ങുന്നില്ല. സങ്കടമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല സങ്കടമുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു തീർക്കാം. പക്ഷെ ഞാൻ കരയത്തൊന്നുമില്ല. അങ്ങനെ സത്യാമ്മ ആരും കരയിക്കാൻ നോക്കൊന്നും വേണ്ട. ജീവിക്കും, അല്ലാതെ മരിക്കൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞതും അങ്ങനെ തന്നെ. ഇനി കുറച്ചു കാലം ഇതൊന്നുമില്ലാതെ സാധാരണക്കാരിയായി ജീവിക്കാനാ വിധിയെങ്കിൽ അങ്ങനെ ജീവിച്ചല്ലേ പറ്റൂ. ദൈവനിശ്ചയം അതാണെങ്കിൽ രണ്ടുപേരും ഞെട്ടി നമുക്കതങ്ങ് സ്വീകരിക്കാം. കഴിക്കടാ. പിള്ളേ കഴിക്കും. അച്ഛൻ പറഞ്ഞു നീ കേട്ടില്ലേ? കഴിക്കട. എന്താ പിള്ള, നിങ്ങൾ കഴിക്കേ. ഞാനല്ലേ വിളമ്പി തന്നെ. നീ കഴിക്ക.
ബെസ്റ്റ്. അതും തീർത്തോ? രോഹിത്തെ, നീ ഇങ്ങനെയാ കുടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കി അടുത്ത അമാവാസി വരെ ഒന്നും നീ കാണുന്നു തോന്നില്ല. കറുത്തവാവിന് വീട്ടുകാരെങ്കിലും നിനക്ക് വേണ്ടി ബലിയിടേണ്ടി വരും. ആര് ബലിയിടാൻ? സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാത്തവന് മറ്റുള്ളവരിടുന്ന വെളിച്ചോറ് കാട്ടു തിന്നാനാ യോഗം. മക്കളില്ല, ഭാര്യയില്ല, ബന്ധുക്കൾ ആരുമില്ല. ഞാൻ ചത്ത ഇടിച്ച് നിലവിളിച്ച് കരയാൻ പോലും ആരുമില്ല. അങ്ങനെ ഒരുത്തൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ വേസ്റ്റാ, വേസ്റ്റ്. രോഹിത്തെ, നിനക്ക് ആരുമില്ലാന്ന് നീ അങ്ങ് സ്വയം തീരുമാനിച്ചാ മതിയോ? ആളും അർത്ഥവും വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിന്റെ ജീവിതത്തിലേക്ക് ആള് വരും. നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന് താങ്ങും തണലും ആകാൻ തയ്യാറാവുന്ന നല്ല പെൺകുട്ടികള്. അവരെയും കെട്ടി അന്തസ്സായിട്ട് ശ്യാമയ്ക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതല്ലാതെ മനസ്സും തളർന്ന് കുറെ കള്ളും വലിച്ചേറ്റി ജീവിതം കുടിച്ചു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ സംഭവിക്കും. കാക്കയ്ക്ക് ചോറ് വയ്ക്കാൻ ഒരാളും കാണില്ല. എന്താ, മറ്റൊരു പെണ്ണിനെ ശ്യാമയുടെ സ്ഥാനത്തേക്ക് നോക്കിയാലോ? അപ്പൊ പിന്നെ മോള്